പശുവിന്റെ പാലും ബ്ലഡും കുടിക്കുന്ന ആൾക്കാരാണ് അവർ. ഇന്ത്യയിൽ വരാതിരിക്കുകയാണ് നല്ലത്. ഗോമാതാവിന്റെ രക്തം കുടിക്കുന്ന ഡ്രാക്കുളകളാണെന്ന് പറയും. അവിടുന്ന് ഞങ്ങൾ പോകുമ്പോൾ പെട്ടെന്ന് നെബ എന്തോ ഒരു സാധനം കണ്ടിട്ട് നിർത്തി വണ്ടി ഒരു മരത്തിന് നേരെ. അപ്പൊ ഞങ്ങളൊക്കെ താഴെ നോക്കുന്നുണ്ട്, ഒന്നും കാണാനില്ല. രാത്രിയാവുമ്പോ സൺസെറ്റിന് ശേഷം അവര് ഇതിന്ന് പുറത്ത് കിടക്കുന്നുണ്ട്. ഈ വെള്ളത്തിലായിരിക്കും പകല് മുഴുവൻ കിടക്കും. ആ വെള്ളത്തിൽ തന്നെയാണ് വിസർജിക്കുന്നതും, വെള്ളത്തിൽ തന്നെയാണ് കുളിക്കുന്നതും, ആ വെള്ളം തന്നെയാണ് കുടിക്കുന്നതും, ആ വെള്ളത്തിൽ വെച്ച് തന്നെയാണ് ഇണ ചേരുന്നതും എല്ലാം. പെട്ടെന്ന് നെബോ വണ്ടി നിർത്തിയിട്ട് ദൂരേക്ക് ചൂണ്ടിക്കാണിച്ചു. നോക്കുമ്പോൾ ഒരു ചീറ്റ ഇങ്ങനെ ഇരിക്കുന്നു. ടിങ്കോയ്ക്ക് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് പെണ്ണിന് വേണ്ടി മാത്രമല്ല, ഭാര്യയും എടുത്തുകൊണ്ട് മാത്രമല്ല, ഭാര്യയ്ക്കും വിരോധമില്ല. ഒരു പെണ്ണിനെയും കൂടി അക്കോമഡേറ്റ് ചെയ്യുന്നതിൽ അവൾക്ക് വിരോധമില്ല. അപ്പൊ ടിങ്കോയ് അതിന് പറ്റിയ ഒരു പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെണ്ണുങ്ങൾ അത്ര പെട്ടെന്ന് പിടി കൊടുക്കൂലല്ലോ. അടുത്ത ദിവസം രാവിലെ ഞങ്ങള് സഫാരിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി. ആദ്യം മോജിത്തിന്റെയും ഫാമിലിയുടെയും വണ്ടി ആദ്യം പോയി, പുറകെ ഞങ്ങൾ പോയി. ഞങ്ങൾ പുറപ്പെടാൻ എന്തോ ഒരു തടസ്സം, ഒരു ചെറിയ ഡിലേ വന്നു. അപ്പൊ അവര് മുന്നിൽ പോയി. അങ്ങനെ ഈ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഒരു നീരൊഴുക്കുണ്ട്. അതിനെ ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ ഇറങ്ങി കയറണം. കുറച്ച് പാറകളൊക്കെ ഉണ്ട് അവിടെ. ആ വഴിയിൽ പോകുമ്പോൾ ഞങ്ങൾ കണ്ടു ദൂരം മുകളില് മോജിത്തിന്റെ ഒക്കെ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു. എന്തോ പ്രശ്നമുണ്ട്, ചെറിയ പുകയൊക്കെ വരുന്നുണ്ട്. അപ്പൊ പേടിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവിടെ എത്തിയപ്പോൾ മനസ്സിലായത് അവരുടെ ഫ്രണ്ട് വീല് ജാമായി. ഫ്രണ്ട് വീലിനെ കണക്ട് ചെയ്യുന്ന ആ സ്ഥലത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇത് ചൂടായി, ടയറ് വീല് ചൂടായിട്ട് അതിൽ നിന്ന് ഇങ്ങനെ സ്മോക്ക് വരുന്നുണ്ട്. അങ്ങനെ അവർ വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങിയിട്ട് രണ്ട് ഡ്രൈവേഴ്സ്, ഞങ്ങളുടെ ഡ്രൈവറും ആ വണ്ടിയുടെ ഡ്രൈവറും വണ്ടിയിൽ കുടിക്കാൻ കരുതിയിട്ടുള്ള വെള്ളത്തിന്റെ കുപ്പികൾ എടുത്ത് തുറന്നിട്ട് ഈ ടയറിലേക്ക്, ഈ വീലിലേക്ക് ഒഴിക്കുമ്പോൾ ഇങ്ങനെ പുക പൊന്തി. അപ്പം അവർക്ക് ശരിയാക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വരണം. അവര് വിളിച്ചു പറഞ്ഞു. വർക്ക്ഷോപ്പിൽ നിന്ന് ആളുകൾ വരുന്നത് വരെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തു. വൈൽഡ് ആനിമൽസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു നാടൻ വൈൽഡ് ആനിമൽ എൻ്റെ കൂടെ. അപ്പം അവിടെ നിന്ന്, അപ്പൊ അത് ഏർലി മോർണിംഗ് ഇങ്ങനെ പ്രകാശം വന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സ്കൈ ഒക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പൊ ഞാൻ ആ വണ്ടികൾ നിൽക്കുന്നതും പുറകില് മനോഹരമായിട്ടുള്ള സ്കൈയുമായിട്ടുള്ള വിഷ്വൽസ് ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ എനിക്കും ഒരു ആഗ്രഹം തോന്നി, എന്റെയും ഒരു വിഷ്വല് കിട്ടണം എന്ന്. അങ്ങനെ ഹെർമിസിന്റെ ക്യാമറ കൊടുത്തിട്ട് ഹെർമിസിനോട് എൻ്റെ ഒരു ആ ഫുൾ സ്കൈ വരുന്ന പോലെ ഷോട്ടുകൾ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ കുറെ ഷോട്ടുകൾ അവിടെ ആ രാവിലെ നമ്മൾ വെറുതെ നിന്ന സമയത്ത് എടുത്തു. അത് കഴിഞ്ഞ് വർക്ക്ഷോപ്പിൽ നിന്ന് വേറൊരു വണ്ടി വന്നു. മോജിത്തിനും ഫാമിലിക്കും ആ വണ്ടി കൊടുത്തിട്ട് അവരുടെ ഡ്രൈവർ ആ വണ്ടി എടുത്തു. മെക്കാനിക്കുകൾ ഇനി ഇത് റിപ്പയർ ചെയ്തിട്ട് വണ്ടിയും കൊണ്ട് വർക്ക്ഷോപ്പിലേക്ക് പോകും. ഓടിക്കാവുന്ന ഒരു കണ്ടീഷനിലാക്കിയിട്ട് ഒരു വർക്ക്ഷോപ്പ് കൊണ്ടിട്ട് റിപ്പയർ ചെയ്തിട്ട് വൈകുന്നേരം ഇനി ആ വണ്ടി കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മൂവ് ചെയ്യുമ്പോൾ വഴിയിൽ പതിവ് പോലെ തോംസൺ ഗസൽ മാനുകൾ വഴിയിലുണ്ട്. അതിന്റെ കൂട്ടത്തിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോകുമ്പോൾ പെട്ടെന്ന് ഡ്രൈവർ വണ്ടി തിരിച്ചു, വേറൊരു വഴിക്ക് തിരിച്ചു. പറഞ്ഞ എവിടെയോ ലൈനിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ കുറെ വണ്ടികൾ അവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്. ഞങ്ങളവിടെ പോയി നിന്നപ്പോൾ രണ്ട് സിംഹങ്ങൾ, ഒരു നായകനും നായികയും, ഒരാണും പെണ്ണും, രണ്ട് സിംഹങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അവര് അന്നാണോ തലേദിവസമാണോ ഇര പിടിച്ച് കഴിഞ്ഞതിന്റെ ഒരു ആലസ്യത്തിലാണ്, ഉറക്കം മൂഡിലാണ്. ഇവർ കുറെ നേരം ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് ഇങ്ങനെ കിടക്കുക. അപ്പൊ ഞങ്ങൾ അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത് ഇവർ എഴുന്നേറ്റ് നടക്കുമെന്ന് വിചാരിച്ചിട്ട് അതിന് ആ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ അന്ന് അവർക്ക് നടക്കാനും ഓടാനും എന്നുള്ളൊരു മൂഡിലല്ല, ഒരു റെസ്റ്റിംഗ് മൂഡിലാണ്. കുറെ നേരം കാത്തിരുന്നു. അവസാനം സിംഹം പുരുഷൻ ഇങ്ങനെ തലേന്ന് പൊക്കി. അപ്പൊ നമ്മൾ അവൻ എഴുന്നേക്കാൻ പോകുന്നു. അവൻ അങ്ങനെ ചെരിഞ്ഞ് ഒറ്റ വീഴ്ചയാണ്, നിലത്ത് ഒറ്റ വീഴ്ച വീണിട്ട് അവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങി. അതോടുകൂടി വണ്ടികളെല്ലാവരും പിൻവാങ്ങി. കാരണം ഒന്നും കിട്ടാനില്ല എന്ന് അവർക്ക് മനസ്സിലായി, നമുക്കും മനസ്സിലായി. ഞങ്ങള് അവിടുന്ന് മെല്ലെ മൂവ് ഔട്ട് ചെയ്തു.
ഞങ്ങൾ അവിടുന്ന് മൂവ് ചെയ്ത് അപ്പൊ ഇനി മൃഗങ്ങളൊന്നും ഉടനെ ഇല്ല എന്നുള്ളതുകൊണ്ട് ആനന്ദ് കുമാർ വിശ്രമത്തിലാണ്. രാവിലെ ആയതുകൊണ്ട് തണുപ്പുണ്ട്. അപ്പൊ ഈ നസായികളുടെ ഒരു ബെഡ്ഷീറ്റ് പോലത്തെ ഒരു സാധനമുണ്ട് തണുപ്പിനെ തടയാനുള്ളത്. അവരിങ്ങനെ കഴുത്തിൽ കെട്ടിയിടുന്ന ബെഡ്ഷീറ്റ്, അങ്ങനത്തെ ഒരു ബെഡ്ഷീറ്റ് വണ്ടിയിലുണ്ട്. അത് കാല് അരവരെ ഇട്ടിട്ട് ആനന്ദ് വിശ്രമത്തിലാണ്. ക്യാമറ ഒക്കെ താഴെ വെച്ച് അനൂപ് ക്യാമറയുമായിട്ട് ക്യാമറ സ്റ്റാൻഡിൽ തന്നെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഹെർമിസ് പതിവ് പോലെ മുൻ സീറ്റിലാണ്. വണ്ടി ആടി വലഞ്ഞ് വണ്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്ന ഷൂട്ട് ചെയ്യുമ്പോൾ വണ്ടി എത്രമാത്രം ഉലയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആൾക്കാരെ കാണണം. ഹെർമീസിനെ കാണുമ്പോൾ അറിയാം. ഹെർമീസ് ഇങ്ങനെ കിടന്ന ആടനെ കണ്ടാൽ നമുക്കറിയാം എത്ര കുലുക്കത്തിലാണ് വണ്ടി പോകണമെന്നുള്ളത്. ഞങ്ങൾ അവിടുന്ന് മൂവ് ചെയ്യുമ്പോൾ ഒരു അപൂർവമായ കാഴ്ച കണ്ടു. ഒരു ഹിപ്പോപ്പൊട്ടാമസ് നിന്നിട്ട് പുല്ല് തിന്നുന്നു. അവൻ തല പൊക്കുന്നേ ഇല്ല. അപ്പോ ഹെർമിസ് പറയുന്നത് പകൽ സമയത്ത് അതൊരു അപൂർവ കാഴ്ചയാണ്. കാരണം ഹിപ്പോപ്പൊട്ടാമസുകൾ പകൽ സമയത്ത് പുഴയിൽ മുങ്ങിക്കിടക്കും, വെള്ളത്തിലായിരിക്കും. നമ്മൾ അതിന്റെ വിഷ്വൽസ് വരുന്നുണ്ട്. രാത്രിയാവുമ്പോൾ സൺസെറ്റിന് ശേഷമേ അവര് ഇതിന്ന് പുറത്ത് കിടക്കുള്ളൂ. ഈ വെള്ളത്തിലായിരിക്കും പകല് മുഴുവൻ കിടക്കുക. ആ വെള്ളത്തിൽ തന്നെയാണ് വിസർജിക്കുന്നതും, വെള്ളത്തിൽ തന്നെയാണ് കുളിക്കുന്നതും, ആ വെള്ളം തന്നെയാണ് കുടിക്കുന്നതും, ആ വെള്ളത്തിൽ വെച്ച് തന്നെയാണ് ഇണ ചേരുന്നതും എല്ലാം. അപ്പോൾ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ പകല് പുല്ല് തിന്നുന്ന അവസ്ഥയിൽ കാണുന്നത് അപൂർവമാണ്. അങ്ങനെ ഒരു കാഴ്ച ഞങ്ങൾ കണ്ട് കുറേ നേരം നിന്നതിന് ശേഷമാണ് അവനൊന്ന് തലപൊക്കി നോക്കിയത്. ജസ്റ്റ് ഒരു തലപൊക്കി നോക്കുന്ന ഇത് കിട്ടിയപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് മൂവ് ചെയ്തു. ഈ പകൽ സമയത്ത് സൺറൈസിലുള്ള UV രശ്മികളിൽ നിന്ന് രക്ഷ നേടാനാണ് ഇവര് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത്. ഇത് ഇവര് എന്താ പെട്ടെന്ന് വിശന്നപ്പം കയറി വന്നതാണെന്ന് തോന്നുന്നു. അവിടുന്ന് ഞങ്ങൾ പോയത് പുഴയുടെ തീരത്തേക്കാണ്. അവിടെ പുഴയില് നൂറുകണക്കിന് ഹിപ്പോപ്പൊട്ടാമസുകൾ വെള്ളത്തിൽ ഇങ്ങനെ കുളിച്ച് മതിക്കുന്നുണ്ട്. വെള്ളത്തിൽ അവരുടെ ഇടയിൽ ചീങ്കണ്ണികളുണ്ട്, വലിയ മുതലകളുണ്ട്. പിന്നെ അതിന്റെ അടുത്ത് തന്നെ നദീതീരത്ത് ഈജിപ്ഷ്യൻ ഗീസ് എന്ന് പറയുന്ന അരയന്നം പോലെയുള്ള അത്ര വലിയ കഴുത്തില്ലാത്ത താറാവും പിന്നെ അരയന്നത്തിന്റെ ഇടയിലുള്ള പോലെ ഇതിന് പറക്കാൻ കഴിയും. ഈജിപ്ഷ്യൻ ഗീസ് ഇത് സീസണിൽ വരുന്ന പക്ഷികളാണ്. ആ ഈജിപ്ഷ്യൻ ഗീസിനെ കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾ മൂവ് ചെയ്യുമ്പോൾ ഈ ഗിനി കോഴികളെ പോലെ തോന്നിക്കുന്ന പക്ഷികൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. നല്ല ഗുണ്ടുമണി പക്ഷികൾ. റെഡ് ലെഗ്ഡ് ഫ്രങ്കോളിൻ എന്നാണ് ആ പക്ഷിയുടെ പേര്. റെഡ് ലെഗ്ഡ് ഫ്രങ്കോളിൻ. പക്ഷികളെ മാത്രം ഒബ്സർവ് ചെയ്യാൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ അത്രയും വെറൈറ്റി പക്ഷികളുണ്ട് അവിടെ. റെഡ് ലെഗ്ഡ് ഫ്രങ്കോളിൻ എന്ന് പറഞ്ഞ സാധനം ഏതാണ്ട് ഒരു ഗ്രേ കളറിലുള്ള ഒരു തടിച്ച ഗിനിക്കോഴി പോലെയുള്ള ഒരു പക്ഷിയാണ്. അതിനെ കണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അവിടുന്ന് മൂവ് ചെയ്തപ്പോൾ ജിറാഫുകളെ കണ്ടു. ജിറാഫുകളുടെ ഒരു വലിയ കൂട്ടം അവിടെ മേയുന്നതും. അതുവരെ നമ്മൾ കണ്ട ജിറാഫുകളൊക്കെ നിൽക്കുന്നിടത്തുനിന്ന് അനങ്ങാതെ നിൽക്കുന്ന ജിറാഫുകളായിരുന്നു. ഇത് നടന്ന് മൂവ് ചെയ്യുന്നത്, ജിറാഫുകൾ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റി. ഓടുന്നത് കാണാൻ പറ്റിയില്ല, മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റി. അതുപോലെ ആദ്യം നമ്മൾ രാവിലെ വരുമ്പോൾ കണ്ട തോംസൺ ഗസൽ എന്ന് പറയുന്ന ഡിയേഴ്സിൽ അത് ജനറലി നമ്മൾ സ്ഥിരം കാണുന്ന മൃഗങ്ങളായതുകൊണ്ട് നമ്മൾ അവിടെ നിർത്താതെ പോയിരുന്നു. പക്ഷെ ഒരു രസകരമായ റയർ വിഷ്വല് കിട്ടി. ഈ തോംസൺ ഗസൽ മൂത്രം ഒഴിക്കുന്നത്, ഒരു പ്രത്യേക പൊസിഷനിൽ നിന്ന് മൂത്രം ഒഴിക്കുന്നതിന്റെ വിഷ്വല് കിട്ടിയില്ല. അതൊരു രസകരമായ കാഴ്ചയായിരുന്നു. ഒരിക്കലും നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യാന്ന് അറിയില്ലല്ലോ. അപ്പൊ അത് കാണാൻ പറ്റി. ഞങ്ങൾ പിന്നീട് അവിടുന്ന് മൂവ് ചെയ്യുന്ന സമയത്ത് വളരെ നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയെ കണ്ടു. സൂപ്പർ സ്റ്റാർലിംഗ് എന്നാണ് ആ ബേർഡിന്റെ പേര്. ഒരു ടർക്കോയ്സ് ബ്ലൂ കളറിൽ തലയും പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നതോടുകൂടി പുറത്ത് ഗ്രീനും ഈ ടർക്കോയ്സ് ബ്ലൂവും മിക്സ് ചെയ്തിട്ടുള്ള കളറും, വയറിന്റെ താഴെ ഒരു വൈറ്റിഷ് ബ്രൗൺ കളറും ഉള്ള കറുത്ത തലയുള്ള വെളുത്ത റൗണ്ടിലുള്ള കണ്ണുകളുള്ള സൂപ്പർ സ്റ്റാർലിംഗ്. സൂപ്പർ സ്റ്റാർ തന്നെ പറയാം. അത്രയും ഭംഗിയുള്ള ഒരു പക്ഷി, ഭയങ്കര ഗമയൊക്കെ ഉള്ള ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഗമയുള്ള പക്ഷിയാണ് സൂപ്പർ സ്റ്റാർലിംഗ്. അതിനെ കണ്ടു. സഞ്ചാരികൾ ആരോ അവിടെ ഇട്ടിട്ട് പോയ ബ്രെഡിന്റെ പീസ് ഈ സൂപ്പർ സ്റ്റാർലിംഗ് കൊത്തിയെടുത്തിട്ട് ഇരിക്കുന്നതിൻ്റെ ഒക്കെ വിഷ്വൽ എനിക്ക് കിട്ടി. ശരിക്കും അങ്ങനെ പക്ഷെ ഇവർക്ക് ഫീഡ് ചെയ്യരുതെന്നാണ് പറയുക. പക്ഷെ അവരവിടെ എന്തോ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ കഴിച്ചപ്പോൾ വീണ് പോയ ഫുഡ് വേസ്റ്റ് ആണ് അത് തിന്നുകൊണ്ടിരുന്നത്.
സൂപ്പർ സ്റ്റാർലിങ്ങിനെ കണ്ടു കഴിയുമ്പോഴേക്കും ഡ്രൈവറുടെ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തു. ആ ഇടയിൽ എപ്പോഴോ ഒരു കിട്ടിയ ഒരു ബ്രേക്കിൽ ഒരു ഭംഗിയുള്ള ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയപ്പോൾ ഞങ്ങളുടെ ഡ്രൈവർ കം ഗൈഡ്, പ്രധാനപ്പെട്ട ആള്, പെർമനന്റ് സ്റ്റാഫ്, ഈ മാറ ട്രെയിൽസിന്റെ പെർമനന്റ് സ്റ്റാഫാണ്. അവന്റെ പേര് നിക്സൺ എന്നാണ്, മസായി ആണ്. മസായി നെയിം നെബോ എന്നാണ്, നെബോ. My name is Nixon Nebo. That's my Maasai name, Nebo. So I'm working as a guide for eight years now, but I'm working at Mara Trail for 3 years now, and I'm happy to work at Mara Trail Armis. I'm very happy, and I'm a Maasai. So I born here in the Mara. I grow up here, so I'm well familiar about the area. So I'm happy to be here, happy to work with you guys, and very much I'm really enjoying my job. നെബോ സൈലന്റ് ആയിട്ടുള്ള ഒരാളാണ്, അധികം സംസാരിക്കില്ല. നല്ല ഡ്രൈവറാണ്, വളരെ കൃത്യമായിട്ട് കൊണ്ടുപോകാനും മൃഗങ്ങളെ കാണിക്കാനും ഒക്കെ ഉള്ള കഴിവുള്ള ഒരു ഗൈഡാണ് നെബോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ 2 സീബ്രകളെ കണ്ടു, നല്ല കൊഴുത്ത് മെഴുത്ത 2 സീബ്രകൾ. ആ സീബ്രകളെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് നെബോ വണ്ടി നിർത്തിയിട്ട് ദൂരേക്ക് ചൂണ്ടിക്കാണിച്ചു. നോക്കുമ്പോൾ ദൂരെയല്ല, ഞങ്ങളുടെ ഒരു 50 വാര അപ്പുറം ഒരു ചെറിയ കുന്നുപോലെ ഉള്ള സ്ഥലത്ത് അതിന്റെ മീതെ ഒരു ചീറ്റ ഇങ്ങനെ ഇരിക്കുന്നു, രാജകീയമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ അതിന്റെ വീഡിയോ എടുത്തപ്പോ പുറം തിരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, അങ്ങോട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി തിരിഞ്ഞു നോക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കുറെ നേരം എടുത്ത്. കുറെ നേരം കഴിഞ്ഞപ്പോൾ ആശാനൊന്ന് ഇവിടെ ചില ശബ്ദങ്ങളൊക്കെ നെബോ ഉണ്ടാക്കിയപ്പോൾ ചീറ്റ തിരിഞ്ഞു നോക്കി. അപ്പൊ തിരിഞ്ഞു നോക്കി, പക്ഷെ അവൻ ഇരിക്കുന്നിടത്ത് അനങ്ങിയില്ല. പിന്നെയും കുറെ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ അവൻ 2-4 കാലിലേക്ക് വരികയും ഒരു 2 സ്റ്റെപ്പൊക്കെ വെച്ചിട്ട് അവിടെ തന്നെ ഇങ്ങനെ. അപ്പൊ ദൂരെ എവിടെയോ ഏതോ ഒരു ഇരയെ ഉന്നം വെച്ച് നിൽക്കുകയാണ്. നമ്മൾ അവിടെ നിന്നിട്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നെബോ വണ്ടി അവിടെ നിന്ന് എടുത്തു. അവിടുന്ന് ഞങ്ങൾ പോകുമ്പോൾ പെട്ടെന്ന് നെബോ എന്തോ ഒരു സാധനം കണ്ടിട്ട് നിർത്തി വണ്ടി ഒരു മരത്തിന് നേരെ. അപ്പൊ ഞങ്ങളൊക്കെ താഴെ നോക്കുന്നുണ്ട്, ഒന്നും കാണാനില്ല. പക്ഷെ മുകളില് ഈ മരത്തിന്റെ ഒരു കവരം പോലെയുള്ള സ്ഥലത്ത് ഒരു വലിയ കൂട്. അപ്പം ഹെർമിസ് പറഞ്ഞു, ഇതാണ് നമ്മൾ ഇന്നലെ കണ്ട ഹാമർ കോപ്പ് എന്ന് പറയുന്ന പക്ഷി. അന്ന് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അവരാണ് ഏറ്റവും വലിയ കൂടുണ്ടാക്കുന്ന ആൾക്കാർ. ആ കൂടാണത്. അപ്പുറത്തൊക്കെ കുറ്റിക്കാടുകളായതുകൊണ്ട് മറ്റേ സൈഡിലേക്ക് പോകാൻ പറ്റില്ല, ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു അതിന്റെ എൻട്രൻസ് ഒക്കെ. അത് കാണാൻ പറ്റിയില്ല. ആ മരവും ആ മരത്തിൽ കൂട് ഇരിക്കുന്നത് ദൂരെ നിന്ന് നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ തലേദിവസം ഹാമർ കോപ്പിനെയും കണ്ടു, ഇന്ന് ഹാമർ കോപ്പിന്റെ കൂടും കണ്ടു. അന്ന് കുറച്ച് നേരത്തെ തിരിച്ചു പോകുമ്പോൾ അവിടെ മാര ട്രെയിലിന്റെ മുൻപിൽ വെച്ചിട്ട് മോജിത്തും ഫാമിലിയും സഞ്ചരിച്ചിരുന്ന വണ്ടിയുടെ ഡ്രൈവർ ടിങ്കോയ് എന്നുള്ളത് അവന്റെ മസായി നെയിമാണ്. വേറെ എന്തോ ഒരു ഇംഗ്ലീഷ് നെയിമും ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് നെയിമും ഉണ്ട്, മസായി നെയിമും ഉണ്ട്. അപ്പൊ മസായി നെയിം ടിങ്കോയ് എന്നാണ് അവന്റെ പേര്. ടിങ്കോയ്ക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നമില്ലേ എന്ന് നമുക്ക് സംശയം തോന്നി. ഞാൻ ടിങ്കോയ് ഓടിക്കുന്ന വണ്ടിയിൽ കയറിയപ്പോ ടിങ്കോയ് ഇങ്ങനെ എവിടെയും നിർത്താൻ പ്ലാനില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് സംസാരിക്കുന്നുണ്ട്, എന്തോ സ്വയം സംസാരിക്കുകയും ചില ആക്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ടിങ്കോയ് മറ്റേ നിക്സണിനെ അപേക്ഷിച്ച് നിക്സൺ അധികം സംസാരിക്കില്ല, പക്ഷെ ടിങ്കോയ് ഭയങ്കര സംസാരപ്രിയനാണ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള മോജിത്തിന്റെ മോളോടൊക്കെ ടിങ്കോയ് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുകയും അവളോട് ചില തമാശകളും കുശലങ്ങളൊക്കെ പറയുകയും. അവളോട് ടിങ്കോയ് പറഞ്ഞു പോലും, ടിങ്കോയ് ഇങ്ങനെ കറുത്തിരിക്കാൻ കാരണം പശുവിന്റെ ബ്ലഡ് കുടിക്കണോണ്ടാണ് ടിങ്കോയ് കറുത്തു പോയത് എന്ന് ടിങ്കോയ് പറഞ്ഞു. ഈ മസായികള് അവരുടെ പശുവിന്റെ പാലും കുടിക്കും. പശുവിന്റെ ഈ കഴുത്തിന്റെ സൈഡിൽ അവർ ചെറുതായിട്ട് മുറിവ് ഏൽപ്പിച്ചിട്ട് അതിൽ നിന്ന് ബ്ലഡ് സിറിഞ്ച് പോലുള്ള സാധനത്തിൽ വലിച്ചെടുത്തിട്ട് ആ ബ്ലഡ് ഡയറക്റ്റ് കുടിക്കും. പാല് കുടിക്കുന്ന പോലെ ബ്ലഡും കുടിക്കും. പശുവിന്റെ പാലും ബ്ലഡും കുടിക്കുന്ന ആൾക്കാരാണ് അവർ. ഇന്ത്യയിൽ വരാതിരിക്കുകയാണ് നല്ലത്. ഗോമാതാവിന്റെ രക്തം കുടിക്കുന്ന ഡ്രാക്കുളകളാണെന്ന് പറയും അവര്. അത് അവരുടെ ഒരു ഭക്ഷണത്തിന്റെ ഒരു പ്രധാന ഐറ്റമാണ് ഈ കൗ ബ്ലഡ് ആൻഡ് കൗ മിൽക്ക്. അപ്പൊ ടിങ്കോയ് ഒരു രസികൻ ക്യാരക്ടറാണ്. ടിങ്കോയ് ആണ് മറ്റേ
പുഴയിലേക്ക് ഇന്ന് കയറിയ ജീപ്പ് കയറ്റാൻ പറ്റാണ്ടായപ്പോൾ ഒരു ലേഡി ഡ്രൈവർ ഓടിച്ചിരുന്ന വണ്ടി, ആ ലേഡീനെ കണ്ടപ്പോൾ ഓടിച്ചെന്നത് ടിങ്കോയാണ്. മസായികള് ബഹുഭാര്യത്വമുള്ള ആൾക്കാരാണ്. ഒന്നിലധികം വിവാഹങ്ങൾ കഴിക്കും. 4ഉം 5ഉം 6ഉം 12 കല്യാണം കഴിച്ച ഒരു സെറ്റപ്പൊക്കെ നമ്മൾ കണ്ടിരുന്നു പിന്നീട്. പക്ഷെ ടിങ്കോയ്ക്ക് ഒരു ഭാര്യയേ ഉള്ളൂ. അപ്പൊ ടിങ്കോയ് പറയുന്നത് ഓരോന്നേ ഉള്ളൂ, എന്തായാലും ഒന്നും കൂടി കെട്ടണം, ഒന്നും കൂടി കെട്ടണം. കെട്ടിയാലത്തെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മുതലാളിയായ മസായി യുവതിയെ കല്യാണം കഴിച്ചാൽ ഈ സ്ത്രീധനം ആയിട്ട് പുരുഷന്മാർക്ക്, കെട്ടുന്ന പുരുഷന് 400 പശുക്കളൊക്കെ കൊടുക്കും. അപ്പൊ ശരിക്ക് ഈ കാടിന്റെ ഉള്ളില് പശുക്കളെ തീറ്റാൻ കൊണ്ടുവരാൻ പാടില്ല. നല്ല കൂറ്റൻ പശുക്കളാ. അപ്പൊ ഇടയ്ക്ക് നമുക്ക് കാണാം ഈ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിന് എന്തെങ്കിലും കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് നിറയെ പുല്ലുണ്ടല്ലോ. അപ്പൊ ഈ പശുക്കളെ കൊണ്ട് ഈ കുട്ടികൾ, ചെറിയ ചെറുപ്പക്കാരാണ് പശുവിനെ മേയ്ക്കുന്നത്, ആ പശുക്കളെയൊക്കെ കൊണ്ട് ഇതിന്റെ അകത്തേക്ക് വരും. അപ്പൊ ഈ പശുക്കളെ കാണാം. ഈ പശുക്കൾക്ക് ഗാർഡായിട്ടുള്ള നായ്ക്കളും ഉണ്ടാവും കൂടെ. വലിയ നായ്ക്കളുണ്ടാവും, ഇതിന്റെ ചുറ്റും ഇങ്ങനെ ഓടുന്നുണ്ടാവും. ഇത് ഒരാള് 1000-400 പശുക്കളെ മേയിച്ച് പോണ കാഴ്ച ഭയങ്കരമാണ്. ടിങ്കോയ്ക്ക് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് പെണ്ണിന് വേണ്ടി മാത്രമല്ല, ഭാര്യയെ എടുത്തുകൊണ്ട് മാത്രമല്ല, ഭാര്യയ്ക്കും വിരോധമില്ല. കാരണം ഒരു 400 പശുക്കളെയും കൂടി അവളെ കല്യാണം കഴിച്ചപ്പോൾ കിട്ടിയ പശുക്കളുണ്ടാവും, പ്ലസ് ഒരു 300-200 പശുക്കളെ വീണ്ടും അവരുടെ ഗ്രൂപ്പിലേക്ക് കയറ്റാൻ പറ്റും. അപ്പൊ അവര് കുറെ കൂടി റിച്ച് ആവും. അപ്പോൾ ഒരു പെണ്ണിനെയും കൂടി അക്കോമഡേറ്റ് ചെയ്യുന്നതിൽ അവൾക്ക് വിരോധമല്ല. അപ്പൊ ടിങ്കോയ് അതിന് പറ്റിയ ഒരു പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെണ്ണുങ്ങൾ അത്ര പെട്ടെന്ന് പിടി കൊടുക്കൂലല്ലോ. ടിങ്കോയ് പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ വർത്താനം പറയുന്ന ആളായതുകൊണ്ട് പെണ്ണുങ്ങളെ അടുക്കാൻ പാടാണ്. പക്ഷെ ടിങ്കോയ് നല്ല സുന്ദരനാണ്, ടിങ്കോയുടെ ചിരി നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ടിങ്കോയ്ക്ക് ചിലപ്പോൾ ഒരാളടുത്ത് തന്നെ ശരിയായി കേൾക്കും. ടിങ്കോയ് ഇവിടെ മാറാ ട്രെയിനില് ടെമ്പററി ഡ്രൈവർ കം ഗൈഡാണ്. അതായത് ഒന്നിൽ കൂടുതൽ വണ്ടികൾ വേണ്ടി വരുമ്പോൾ ടിങ്കോയിനെ വിളിക്കും. അങ്ങനെയാണ് ടിങ്കോയ് ഇവിടെ വരുന്നത്. Okay, my name is Tingoy. I'm working with Mara Trail. I work with a guide, and I like this company. And I like to tell you, when you go back to India, you bring more people, more friends, more photography, and welcome to Mara Trail. Thank you so much. മാറാ ട്രെയിൽ ക്യാമ്പില് ഞാൻ താമസിച്ചത് ഒരു കോട്ടേജിലാണ്. അവിടെ അതുപോലത്തെ 8-9 കോട്ടേജസ് ഉണ്ട്. ഞാൻ താമസിച്ച ഒരു ഫാമിലി കോട്ടേജിലാണ്, പക്ഷെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ കോട്ടേജ് ഞാൻ കാണിച്ചു തരാം. ആ കോട്ടേജിലേക്ക് പോകുന്നത് ചെറിയ കാട്, കൊച്ചു മരങ്ങളിലൊക്കെ ഉള്ള ഒരു കാട് പോലുള്ള സ്ഥലത്തിന് ഉള്ളിൽ കൂടെ വന്നിട്ട് ഫ്രണ്ടില് നേരെ മുമ്പിൽ ഒരു ചെറിയ പുഴയാണ്. നല്ല ആഴത്തിൽ കൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. നല്ല ഇത് ഹൈറ്റിലും അത് താഴെയാണ്, പുഴ താഴെയാണ്. നല്ല മഴക്കാലത്ത് അതിൽ നിറയെ വെള്ളം ഒഴുകും. അതിൽ ഹിപ്പോപ്പൊട്ടാമസുകൾ ഉണ്ടാവുന്ന പറയണം. രാത്രി നമ്മൾ കിടക്കുമ്പോൾ ദൂരെ നിന്ന് ഹിപ്പോപ്പൊട്ടാമസുകളുടെ ഒച്ചയൊക്കെ കേൾക്കാം. ചിലപ്പോൾ ഒക്കെ അത് കയറി ഇതിന്റെ സൈഡിൽ കൂടെ പോകുന്നതാണ് പറയുന്നത്. അതുകൊണ്ടാണ് രാത്രി 7 മണി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പാടില്ല. അവരുടെ സെക്യൂരിറ്റീനെയൊക്കെ സ്റ്റാഫിനെ വിളിച്ചിട്ടേ പുറത്തിറങ്ങാൻ പാടുള്ളൂ എന്ന് അവർ പറയുന്നത്. അപ്പൊ ഈ പുഴ താഴെയുണ്ട്. അതിന് അവിടേക്ക് പെട്ടെന്ന് രാത്രി ഒന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉണങ്ങി വീണ ഒരു മരം ഇങ്ങനെ കുറുകെ വെച്ചിട്ടുണ്ട്. പുറത്ത് 2 ചെയർ ഇട്ടിട്ടുണ്ട്. ഒരു തറ മൊത്തം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതൊരു വരാന്ത പോലെ ഉപയോഗിക്കാവുന്ന ഒരു തറ. അതിന് മീതെ ഈ ടെന്റാണ്, ക്യാൻവാസ് ടെന്റാണ്, ഷെയ്ഡ് ഉണ്ട്. അകത്തേക്ക് 2 ലെയർ ഡോറുണ്ട്. ഒന്ന് മടക്കി ചുറ്റി വെച്ചിരിക്കുകയാണ്, അതാണ് കട്ടിയുള്ള അകത്തേക്ക് കാണാത്ത കവർ. അത് നിവർത്തിയിട്ട് സിബ് ഇട്ട് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാം. ഞാനത് അവിടെ താമസിക്കുമ്പോൾ ക്ലോസ് ചെയ്തിരുന്നില്ല, കാരണം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട്, പിന്നെ അങ്ങടാരും വരാത്തതുകൊണ്ട് ഞാൻ അത് ക്ലോസ് ചെയ്തില്ല. അതിന്റെ ഉള്ളിൽ രണ്ടാമത്തെ ഒരു ഡോറുണ്ട്. അത് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നെറ്റാണ്. അപ്പൊ വെളിച്ചം കിട്ടാനും അത് സിബ് ഇട്ട് അടച്ചു വയ്ക്കണം. അപ്പൊ ഇൻസെക്ട്സ് ഒന്നും അകത്ത് കയറാതിരിക്കാനാണ്. ഒരു വിശാലമായ മുറിയും അതിൽ 2 വലിയ ഡബിൾ കോട്ട് ഉണ്ട്. അപ്പൊ ഫാമിലി ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു കട്ടിലും, മക്കള് 1-2 കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കിടക്കാൻ ഒരു കട്ടില്, പിന്നെ ഒരു സൈഡിലൊരു ടേബിള്, ചെയർ, എഴുതാനും വായിക്കാനും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു ചെയർ, ലഗേജ് വെക്കാനുള്ള ഒരു സ്റ്റാൻഡ്, ഡ്രസ്സ് ഹാങ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡ്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ളതാണ്. അവിടെ ഇലക്ട്രിക് ഹീറ്ററുകൾ അവർ ഉപയോഗിക്കുന്നില്ല. അവിടെ ഈ ഇഷ്ടംപോലെ വിറക് കിട്ടും, ഈ വീണ് കിടക്കുന്ന മരങ്ങൾ. അപ്പൊ അതിന്റെ കൊമ്പൊക്കെ വെട്ടി കൊണ്ടിട്ട് അവർ സ്ഥിരമായിട്ട് ഇതിന് പുറത്തൊരു ടാങ്ക് ഉണ്ട്, അത് പുറത്താണ്. ആ ടാങ്കിന്റെ അടിയിൽ തീയിട്ടിട്ട് എപ്പോഴും അത് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കുളിക്കാൻ ആ വെള്ളം ഉപയോഗിക്കാൻ, കുടിക്കാൻ അവര് കുപ്പിയിൽ വെള്ളം ചൂടാക്കി തിളപ്പിച്ചാറ്റിയ വെള്ളം കൊണ്ടുവന്ന് തരും. അതേ കുടിക്കാവൂ എന്ന് പറയും. കാരണം
ഇവിടുത്തെ എല്ലാ വെള്ളത്തിലും പുഴയിൽ നിന്നുള്ള വെള്ളത്തിലൊക്കെ ഈ ഹിപ്പോപ്പൊട്ടാമസ് ഒക്കെ വിസർജിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഹിപ്പോപ്പൊട്ടാമസ് ഒക്കെ കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് കുടിക്കേണ്ടെന്ന് അവർ പറഞ്ഞിരിക്കും. അത് നല്ല രസമുള്ളൊരു കോട്ടേജാണ്. പിന്നെ ഈ ഹോട്ടലിൽ 2 ജീവനക്കാരുണ്ട്. 2 കുക്കൊക്കെ ഉണ്ട്, പക്ഷെ 2 ജീവനക്കാരായിട്ടാണ് നമ്മൾ ഇൻട്രക്ഷൻ. രാവിലെ കാപ്പി തരാൻ വരുന്ന ഒരാൾ, രാത്രി പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കൗ ബെല്ല് അടിച്ചു കഴിഞ്ഞാൽ വരുന്ന 2 പേര്. അവരുടെ 2 പേരുടെയും ഒരു ചെറിയ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാം. അത് കണ്ടിട്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കും. So my name is Eric Kayuk Rokor. I came here 1 year ago. I'm working as a barman, also as a waiter. So I love here. I've been working, have an experience working with my guests. I have been relating with them. So also my family, they are all fine. I just live nearby, and the camp have been helping the community where I come from. So I am both working here and also receiving some help from the camp here. Thank you. My name is Wilson Olushorua Legero. I have been here 6 months ago. I'm a waiter, and I love being here in Maracay, where I'm improving my skills of being a waiter, dealing with guests from different countries. We have been interacting with them from different countries, and we love them so much. Thank you.